പശ്ചിമേഷ്യയിൽ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിനിടെ ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രത്തിനു നേരെ അമേരിക്കയുടെ അതിശക്തമായ ആക്രമണം ഉണ്ടായത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. ഇറാന്റെ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും എഞ്ചിനുകൾ നിർമ്മിച്ചു നൽകുന്ന ഗോമിലെ പ്ലാന്റ് അമേരിക്കൻ സൈന്യം തകർത്തതായി അന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടു. എന്നാൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം വളരെ കുറച്ച് ആയുധങ്ങൾക്ക് മാത്രമേ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളൂവെന്നും ഇനിയും പുറത്തെടുക്കാത്ത മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇറാന്റെ പക്കലുണ്ടെന്നുമാണ് റിപ്പോർട്ട്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും അടക്കം ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തങ്ങളുടെ നേതാക്കളെ ഓരോരുത്തരെയായി കൊന്നൊടുക്കുമ്പോൾ കൂടുതൽ ശക്തരായ നേതാക്കൾ ഉദയം ചെയ്യുന്നതാണ് ഇറാനിൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ആയുധങ്ങളുടെ കരുത്തും. ഓരോ പ്രത്യാക്രമണ സമയത്തും കൂടുതൽ മാരകമായ ആയുധങ്ങൾ തൊടുത്താണ് ഇറാൻ അമ്പരപ്പിക്കുന്നത്. 2026 ആരംഭിച്ച പുതിയ യുദ്ധഘട്ടം കണക്ക് കൂട്ടലുകളെ മുഴുവനായി മാറ്റിമറിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണങ്ങൾ ആ പദ്ധതിയെ നിർത്തിവെക്കുന്നതിനു പകരം കൂടുതൽ രഹസ്യവൽക്കരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തതായി വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നു. ചരിത്രപരമായി നോക്കുമ്പോൾ ഇത്തരം ആക്രമണങ്ങൾ ഒരു രാജ്യത്തിന്റെ ആണവശേഷി ഇല്ലാതാക്കുന്നതിനു പകരം അതിനെ കൂടുതൽ സുരക്ഷിതമായ ഭൂഗർഭ സംവിധാനത്തിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കുന്നതാണ് പതിവ്. ഇറാനും അതേ പാത പിന്തുടരുന്നതായാണ് ഇപ്പോഴത്തെ സൂചനകൾ. ഇതിൽ ഏറ്റവും നിർണായകമായ മാറ്റം സൈനികമല്ല, രാഷ്ട്രീയമാണ്. ഇറാനിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ആണവായുധ വിരുദ്ധ നിലപാട് ഇപ്പോൾ തുറന്നുവെച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണ്. രാജ്യത്തിനകത്തെ ശക്തമായ രാഷ്ട്രീയ സൈനിക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് വിപ്ലവ ഗാർഡുകൾക്ക് സമീപമുള്ള വൃത്തങ്ങൾ ഇപ്പോൾ ആണവായുധങ്ങൾ ദേശീയ സുരക്ഷയ്ക്കായി അനിവാര്യമാണെന്ന് തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. തുടർച്ചയായ ആക്രമണങ്ങളും നേതൃത്വ നഷ്ടങ്ങളും ഈ ചിന്താഗതിയെ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ തെരഞ്ഞെടുക്കുകയാണോ, അല്ലെങ്കിൽ അതിലേക്ക് തള്ളിക്കൊണ്ടു പോകപ്പെടുകയാണോ? പല വിശകലനങ്ങളും സൂചിപ്പിക്കുന്നത് ഇത് രണ്ടാം സാഹചര്യമാണെന്നാണ്. ഒരു രാജ്യത്തിന്റെ ഭൂപ്രദേശവും തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ സ്വയം സംരക്ഷണത്തിനായി ശക്തമായ പ്രതിരോധ മാർഗങ്ങൾ തേടുന്നത് സ്വാഭാവികമാണ്. ആണവായുധങ്ങൾ ഇവിടെ ഒരു ആക്രമണ ഉപകരണം മാത്രമല്ല. ഡൊണാൾഡ് ട്രംപ് നയിച്ച അമേരിക്കൻ തന്ത്രങ്ങൾക്കും ഈ അവസ്ഥയിൽ വലിയ പങ്കുണ്ട്. ആണവ കരാറുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിന് പകരം കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചില സാഹചര്യങ്ങളിൽ ഭരണമാറ്റ സൂചനകൾ നൽകുകയും ചെയ്തതോടെ ഇറാന്റെ സുരക്ഷാ ആശങ്കകൾ കൂടുതൽ വഷളായി. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ഭരണാധികാരവും തന്നെ ഭീഷണിയിലാണെന്ന് തോന്നുമ്പോൾ അത് കൂടുതൽ കടുത്ത പ്രതിരോധ നിലപാടുകളിലേക്ക് നീങ്ങുന്നത് ചരിത്രത്തിൽ പലവട്ടം കണ്ടതാണ്. ഇതിന്റെ ദൂരെ പ്രത്യാഘാതങ്ങൾ അതിലും ഗുരുതരമാണ്. ഇറാൻ ഒരു ആണവായുധ രാഷ്ട്രമാകുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളും അതേ പാത പിന്തുടരാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ മൾട്ടി ന്യൂക്ലിയർ മിഡിൽ ഈസ്റ്റ് എന്ന അതീവ അപകടകരമായ അവസ്ഥ രൂപപ്പെടാമെന്നാണ് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര ആണവ നിയന്ത്രണ സംവിധാനങ്ങൾ ഇതിനാൽ തകർന്നു പോകാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ മുഴുവൻ സംഭവ വികാസങ്ങളിലും ഒരു വലിയ വിരോധാഭാസം നിലനിൽക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതി തടയാനായി ആരംഭിച്ച യുദ്ധം ഒടുവിൽ അതിനെ കൂടുതൽ വേഗത്തിലാക്കുന്ന ഘടകമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, രാജ്യത്തിന്റെ തെക്കൻ തീരത്ത് നടന്ന പുതിയ സംഭവ വികാസങ്ങൾ ഇറാന്റെ സൈനിക തയ്യാറെടുപ്പിന്റെയും ജനകീയ പങ്കാളിത്തത്തിന്റെയും ശക്തിയെ ലോകത്തിന് മുൻപിൽ തെളിയിക്കുന്നതാണ്. IRGCയുടെ ഗ്രൗണ്ട് ഫോഴ്സിനൊപ്പം ബാസിദ് സേനയും ഫോർമാസ്കാനി സ്വദേശികളും ചേർന്ന് നടത്തിയ ഏകോപിത നീക്കത്തിൽ 5 ഹെർമിസ് ഡ്രോണുകൾ തകർത്തുവെന്ന പ്രഖ്യാപനം സാധാരണ സൈനിക വിജയത്തെക്കാൾ ഏറെ വലിയ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ ഏറെ നാളായി മാറ്റങ്ങളിലൂടെ കടന്നു പോകുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്ന സഖ്യത്തിന്റെ നീക്കങ്ങൾക്കെതിരെ ഇറാൻ സ്വീകരിച്ച നിലപാട് പ്രതിരോധം എന്നതിലുപരി തങ്ങളുടെ ഭൗമ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കുന്നതുമായാണ്. IRGC പബ്ലിക് റിലേഷൻസ് വിഭാഗം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈ 5 ഹെർമിസ് ഡ്രോണുകൾ നശിപ്പിച്ചതോടെ റംദാൻ യുദ്ധകാലത്ത് തകർത്ത ശത്രു ഡ്രോണുകളുടെ എണ്ണം 140 ഉയർന്നിരിക്കുകയാണ്. ഇതൊരു കണക്ക് കൂട്ടലിന്റെ വിജയം മാത്രമല്ല, ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമായി പ്രവർത്തിക്കുന്നുവെന്നതിന്റെ തെളിവാണ്. അതോടൊപ്പം ശത്രുവിന്റെ അഡ്വാൻസ്ഡ് F ജനറേഷൻ ഫൈറ്റർ ജെറ്റുകൾ പോലും
ഇരട്ടക്കത്തിൽ നശിപ്പിച്ചുവെന്ന വിവരം ഇറാന്റെ പ്രതിരോധ ശേഷിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു ഘടകം ബാസിദ് സേനയുടെ പങ്കാളിത്തമാണ്. ബാസിദ് എന്ന ഈ സ്വമേധയാ പ്രവർത്തിക്കുന്ന സേന സാധാരണ ജനങ്ങളെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഇറാന്റെ പ്രത്യേക മാതൃകയാണ്. ഹോർമോസ് ഖാനി സ്വദേശികളുമായി ചേർന്ന് അവർ നടത്തിയ ഈ പ്രവർത്തനം സൈന്യവും ജനങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ ഉദാഹരണമാണ്. രാജ്യസുരക്ഷ എന്നത് ഒരു സൈനിക ഉത്തരവാദിത്തം മാത്രമല്ല, ഓരോ പൗരന്റെയും പങ്കാളിത്തത്തോടെ സാധ്യമാകുന്ന ഒന്നാണെന്ന സന്ദേശം ഇതിലൂടെ പുറത്തു വരുന്നു. ഹെർമിസ് 900 എന്ന ഡ്രോൺ ഇവിടെ എടുത്തു പറയേണ്ടതാണ്. എൽബിറ്റ് സിസ്റ്റംസ് നിർമ്മിച്ച ഈ UAV രഹസ്യാന്വേഷണവും നിരീക്ഷണവും ലക്ഷ്യമാക്കി രൂപകൽപ്പന ചെയ്ത അത്യാധുനിക സംവിധാനമാണ്. മണിക്കൂറുകളോളം ആകാശത്ത് നിലനിൽക്കാൻ കഴിയുന്ന ശേഷി ഉയർന്ന റെസല്യൂഷൻ സെൻസറുകൾ, തന്ത്രപരമായ ഡാറ്റ ശേഖരണം എന്നിവയിലൂടെ ഇത് യുദ്ധഭൂമിയിലെ ഒരു നിർണായക ഉപകരണമാകുന്നു. ഏകദേശം $10 മില്യൺ വില വരുന്ന ഈ ഡ്രോൺ സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കുമ്പോഴും ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുൻപിൽ പരാജയപ്പെടുന്നത് സാങ്കേതിക യുദ്ധത്തിൽ പോലും തന്ത്രപരമായ മികവ് എത്ര പ്രധാനമാണെന്ന് തെളിയിക്കുന്നു. ഈ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളും ഒരേപോലെ ശ്രദ്ധേയമാണ്. ഇറാൻ വർഷങ്ങളായി വികസിപ്പിച്ചു വരുന്ന വ്യോമ പ്രതിരോധ ശൃംഖല, റഡാർ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ സംയോജനം ഈ രീതിയിലുള്ള ഇടപെടലുകൾ സാധ്യമാക്കുന്നു. വിദേശ ഉപരോധങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും ഇടയിലും സ്വന്തം ശേഷികളിൽ ആശ്രയിച്ച് വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയുടെ അടയാളമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, മറിച്ച് ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ്. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാൻ തന്റെ പ്രതിരോധവും ആക്രമണശേഷികളും ശക്തിപ്പെടുത്തുകയാണ്. അതിലൂടെ ഭീഷണികളെ നേരിടുന്നതിനൊപ്പം പ്രദേശത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിലും സ്വാധീനം ചെലുത്തുകയാണ്. ഡ്രോണുകളെ പോലുള്ള ആധുനിക ആയുധ സംവിധാനങ്ങളെ നേരിടാനുള്ള കഴിവ് ഭാവിയിലെ യുദ്ധരീതികളിൽ നിർണായകമായ ഒരു ഘടകമാകും.